Hi all, Great Indian Battle എഴുതി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡീഷൻ ഓഫ് 3 masses 1.6 gram, 7.32 gram and 4.238 gram addressed up to a proper decimal places എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും നിങ്ങൾക്ക് അഡീഷൻ കൺസെപ്റ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ, റൗണ്ടിങ് ഓഫ് അഡീഷൻ കൺസെപ്റ്റും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നു കണ്ടീഷൻ? 1.6 gram, 7.32 ആൻഡ് 4.238 എന്നുള്ള നോക്കുന്ന സമയത്ത് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ലീസ്റ്റ് ഡെസിമൽ എത്രയാണോ അതായിരിക്കണം ഫൈനൽ ആൻസറിൽ വരേണ്ടത്. ഏറ്റവും ലീസ്റ്റ് ഡെസിമൽ എത്രയാണ് ഇവിടെ? പോയിൻ്റ് കഴിഞ്ഞ ശേഷം ഒരു ഡെസിമൽ വരുന്ന കേസ് ഉണ്ട്. സോ ഫൈനൽ ആൻസറിൽ എത്ര ഡെസിമലേ വരാൻ പാടുള്ളൂ? ഒരൊറ്റ ഡെസിമലേ വരാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫൈനൽ ആൻസറിൽ ഒരൊറ്റ ഡെസിമൽ വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇങ്ങനെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4.238 പ്ലസ് 1.6 പ്ലസ് 7.32 ആഡ് ചെയ്യുമ്പോൾ 8, 5, 11 ആൻഡ് 1 ഉണ്ടാവും. 5, 7, 12, 13.158 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിലേക്ക്, അതായത് പോയിന്റ് കഴിഞ്ഞ ശേഷം ഒരു ഡെസിമലിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് റൗണ്ടിങ് ഓഫിൻ്റെ റൂളും കൂടി ഞാൻ പറയാം. ഇവിടെ ഈ റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആൾ ഇതല്ലേ, അപ്പോൾ ഇതിന് തൊട്ടിപ്പുറത്ത് വരുന്ന ക്വാണ്ടിറ്റി 5 ആയതുകൊണ്ട് 5ന് അപ്പുറത്തുള്ള വാല്യൂ നോക്കാതെ എത്രയാണ്? നോൺ സീറോ ഡിജിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ 1 ഡിജിറ്റ് റൈസ് ചെയ്യുന്നൊക്കെ പഠിച്ച് ഓർമ്മ ഉണ്ടോ? അപ്പോൾ 13.2 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയോ നമുക്കിത് ചെയ്യാം. പക്ഷേ ഇത്രയ്ക്കും രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ദെൻ ടേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2. A truck travels a distance A to B at a speed of 40 km/h and returns to A at a speed of 50 km/h. Then what is the average velocity of the whole journey? അല്ലേ, ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ബി വരെ പോയി ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? 0 ആയിരിക്കും. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. A body moves due east with a velocity 20 km/h and then due south with a velocity of 30 km/h. Then resultant velocity ചോദിച്ചിരിക്കുന്നത്. ഒരാൾ മൂവ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്, മറ്റേ ആൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? സൗത്തിലേക്കാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് 20 km/h ആൻഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് 30 km/h. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് റിസൾട്ടൻ? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് റിസൾട്ടൻ? റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ എന്ന് പറയുന്ന സമയം നമുക്ക് പറയാൻ പറ്റും റൂട്ട് 400 പ്ലസ് 900 ദാറ്റ് വിൽ ഗീവ് റൂട്ട് 1200. 900ൻ്റെ റൂട്ട് 30 ആണ്, 1600 റൂട്ട് 40 ആണ്. സോ ആൻസർ ലൈ ബിറ്റ്വീൻ 40 ആൻഡ് 30. 30നും 40നും ഇടയിൽ വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ 36, ഓപ്ഷൻ 1 36. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് എ റോപ്പ് ഓഫ് ലിഫ്റ്റ് ബ്രേക്ക് സഡൻലി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് ഫ്രീ ഫോൾ ആയിരിക്കും. ഫ്രീ ഫോൾ ആവുന്ന സമയത്ത് നമുക്കറിയാം വെയിറ്റ് ഫീൽ ചെയ്യുമോ? വെയിറ്റ് ഉണ്ടാവില്ല. ദ റോപ്പ് ലിഫ്റ്റ് ബ്രേക്ക് സഡൻലി ദ ടെൻഷൻ എക്സ്റ്റെർഡ് ബൈ ദ സർഫസ് ഓഫ് ലിഫ്റ്റ് വിൽ ബി ടെൻഷൻ എന്തായിരിക്കും? T is equal to M into G minus A. A is equal to G ആവുമ്പോൾ ടെൻഷൻ വിൽ ബി 0. ഓപ്ഷൻ 4 is the right answer. Question number 5. A body moves from point A to B under the action of a force varying magnitude. What is the work done? Work done എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ, റൈറ്റ്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ ആവുന്ന സമയത്ത് ഫസ്റ്റത്തെ ആൾ ഏരിയ നോക്കൂ. W is equal to ഫസ്റ്റത്തെ ആൾ ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഒരു റെക്റ്റാങ്കിൾ ആണ്. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ പ്ലസ് ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് 1 ആണ്, ഈ ഹൈറ്റ് എത്രയാണ്? 15 ആണ്. അതേപോലെ ഇവിടുത്തെ താഴത്തുള്ളതും 1 ആണ്, ഇവിടെ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? 15 ആണ്. എടാ ഇത് രണ്ടും സെയിം വാല്യൂസ് ആയിരിക്കും അല്ലേ? രണ്ടും മുകളിലൊരു ട്രയാങ്കിൾ താഴത്തെ ട്രയാങ്കിൾ സെയിം ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. രണ്ടും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് വാല്യൂസ് എടുക്കുന്നില്ല, കാരണം രണ്ടും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആരൊക്കെ എടുക്കുക? ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ 1 into 10 പ്ലസ് രണ്ടാമത്തെ റെക്റ്റാങ്കിളും 1 into 10 പ്ലസ് അതിൻ്റെ മുകളിലത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 1 into 5 എന്ന് വരില്ലേ? അടുത്ത സ്റ്റെപ്പിൽ 10 plus 10 ദാറ്റ് വിൽ ഗിവ് 20. 20 plus 5/2 2.5. സോ ദ ആൻസർ ഈസ് 22.5 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഈ രണ്ടാൾക്കാർ ക്യാൻസൽ ചെയ്ത് പോയെന്ന് മനസ്സിലായോ? ഇതേ വാല്യൂ തന്നെയാണ് നമുക്ക് താഴത്തും കിട്ടുക. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും കൂടാ? നെഗറ്റീവ് ആയിരിക്കും. രണ്ടും കൂടി എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? The speed of the particle remains constant. പാർട്ടിക്കിളുടെ സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ശരിയാണ്. ലീനിയർ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. എടാ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല.
ഓരോ പോയിന്റ് ഉണ്ടാവുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും വെച്ചാൽ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്, പക്ഷേ വെലോസിറ്റി എന്താ ഡിഫറൻറ്റാണ്. ദ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ സെൻറ്റർ, ആംഗുലർ സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതൊക്കെ ശരിയല്ലേ? സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 2 ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. എടാ നമ്മൾ പറയുന്ന സമയത്ത് ഒരു റിങ് എടുക്കുന്ന സമയത്ത് സപ്പോസ് റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിലല്ല ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പറയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ കോർഡിനേറ്റ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിലും എങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിലും ആ റിങ്ങിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് എന്തുണ്ടാവുക? സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. സോ ആ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. എന്ത്? സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. 2 spheres ഓഫ് മാസ് M ആൻഡ് ക്യാപിറ്റൽ M ആർ സിറ്റുവേറ്റഡ് ഇൻ എയർ. ഇപ്പോൾ ലിസൺ എമ്മും ക്യാപിറ്റൽ എമ്മും ഉണ്ട്, രണ്ടാൾക്കാർ വെച്ചിരിക്കുന്നത് എയറിലാണ്. രണ്ടാൾക്കാർ നമ്മൾ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് GMM/r², റൈറ്റ്? The space around the masses is now filled with a liquid of specific gravity 3. The gravitational force will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ ഒരു അവിടെ ഉണ്ടാകുന്ന എയർ എന്നുള്ള മീഡിയം മാറ്റി അവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഒരു എന്താ ചെയ്തിരിക്കുന്നത്? ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 3 ഉള്ളൊരു ലിക്വിഡ് ഫില്ല് ചെയ്തെന്ന് വെച്ചാൽ ആ ലിക്വിഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്ത് ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഫോഴ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. ദാറ്റ് മീൻസ് ആ ഫോഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. ആൻസർ അപ്പോൾ എന്താ കിട്ടുക? ആദ്യം ഉണ്ടായ ഫോഴ്സ് എത്രയാണോ അത് തന്നെ ഉണ്ടാവുക. മീഡിയം മാറിയെന്ന് വെച്ചാൽ അവിടുത്തെ ഫോഴ്സിൽ എന്തുണ്ടാവില്ല? ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. If 2 forces 5 Newton each are acting along x and y axis, ഒരാൾ എക്സിലേക്കും ഒരാൾ വൈയിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. then the magnitude and direction of resultant അല്ലേ? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 90 ഡിഗ്രിയിലാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 5√2. നിങ്ങൾ ഓർമ്മ ഉണ്ടോ? 60 ഡിഗ്രിയാണ് എത്ര വരിക? രണ്ട് ഈക്വൽ വെക്ടേഴ്സ് തമ്മിലുണ്ടാക്കുക 5 എന്നുള്ള ഈക്വൽ വെക്ടേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ √3 5√3 കിട്ടുക. 90 ആണെങ്കിൽ √2 ആണ് വരിക. 120 ആണെങ്കിൽ 5 ആണ് വരിക. സെയിം വാല്യൂ വരിക. ദാറ്റ് മീൻസ് ഇവിടെ രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ട് ആൻസർ എത്രയാണ്? 5√2. സോ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 5√2. ഇത് റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ 5 എന്ന് വിളിക്കുക. വാട്ട് ഈസ് tan phi ഹിയർ? tan phi ഈസ് ഈക്വൽ ടു FY ഡിവൈഡ് ബൈ FX അല്ലേ? രണ്ടും സെയിം ആയതുകൊണ്ട് tan phi-ൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 1 കിട്ടും. tan phi 1 വരണമെങ്കിൽ ഫൈൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി. 45 മീൻസ് π/4. 5√2, π/4. Question number 10. A body of mass M is raised to a height 10 r from the surface of the earth. The increase in potential energy is. എടാ നമ്മൾ പഠിക്കുന്നുണ്ട് എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു ബോഡി എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും. ആ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യൂസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എല്ലാവരോടും ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കാം. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇത്ര ഹൈറ്റിലേക്ക് ബോഡി ഉയർത്തണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ GMM × 1/r1 മൈനസ് 1/r2. വാട്ട് ഈസ് r1? എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരം. സർഫസിൽ എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. r1 ഈസ് r. r2 പറഞ്ഞാൽ എത്രയാണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് 10r ഹൈറ്റിലേക്ക് കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 10r ഹൈറ്റ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫസിൽ നിന്ന് 10r ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുണ്ടാകുന്ന മൊത്തം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? r2 ഈസ് ഈക്വൽ ടു 11r. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം GMM × 1/r മൈനസ് 1/11r. ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? GMM ഡിവൈഡ് ബൈ r ഇൻറ്റു 10/11. 10/11 GMM/r. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസിലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11. A screw gauge gives the following reading when used to measure the diameter of a wire. Main scale reading is 0 mm. Circular scale reading is 52 division. Given that 1 mm on main scale correspond to 100 divisions of the circular scale. That means least count എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 1 divided by 100. 1 mm divided by 100 that will give 0.01 mm ആയിരിക്കും ലീസ്റ്റ് കൗണ്ട് ഫോർ നമ്മുടെ സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിലെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ടോട്ടൽ റീഡിംഗ് ഹിയർ? ടോട്ടൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു HSR. ഹെഡ് സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാണ് മക്കളെ? 0 എന്ന് പറയുന്നുണ്ട്. 0 പ്ലസ് വാട്ട് ഇസ് ലീസ്റ്റ് കൗണ്ട്? 0.01 ഇൻറ്റു. എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ? 1 mm ഡിവൈഡ് ബൈ 100.
ഇനി HSR എത്രയാണ്? ഹെഡ് സ്കെയിൽ റീഡിങ് സർക്കുലർ സ്കെയിൽ റീഡിങ് 52 ആണ്. ദാറ്റ് വിൽ ഗീവ് 0.052 മില്ലിമീറ്റർ നമുക്ക് കിട്ടാം. ഇതാണോ ആൻസർ? യെസ്, ഇത് തന്നെയാണ് ആൻസർ. പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എന്തിലാണ് കിടക്കുന്നത്? സെൻറ്റിമീറ്ററിലാണ്. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ പോരെ. സോ നമുക്ക് എന്ത് കിട്ടും? 0.052 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് വിൽ ബി ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് D? വെർ G ഈസ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ G ആണെങ്കിൽ ഡെപ്തിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ എന്താ? G ഓഫ് D is equal to G into 1 minus D by R. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13. A man fires a bullet of mass 20 gram at a speed of 100 meter per second. The gun is of 2 kilogram mass. By what velocity the gun rebounds backward? എടാ, നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം ഗണ്ണിൽ നിന്ന് നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മുന്നോട്ടേക്ക് ഒരു മൊമെൻറ്റം ഉണ്ടാക്കുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗൺ എന്ത് ചെയ്യും? ബാക്കോട്ടേക്ക് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. സോ നമുക്കറിയാം ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് 0 ആഫ്റ്റർ ഫയറിംഗ്. മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ഗൺ പ്ലസ് വെലോസിറ്റി ഓഫ് ഗൺ. Mass of gun plus velocity of gun is equal to minus mv. So velocity of gun is equal to minus mv divided by mass of gun. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്താ കിട്ടുക? V is equal to 20 gram. ഗ്രാം എന്ന് പറയുമ്പോൾ 10 raised to minus 3. വെലോസിറ്റി എന്ന് പറയുമ്പോൾ 100. മാസ് ഓഫ് ഗൺ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ നമുക്ക് ഈ 2 കട്ട് ചെയ്യാം. ഈ 10ഉം 100ഉം 10 raised to 3. 10 raised to 3 into 10 raised to minus 3. That will give 1 meter per second. Option 2. Question number 14. Horizontal velocity of a projectile remains constant throughout the motion of the projectile. Yes, ശരിയല്ലേ? ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ എറിയുന്ന സമയത്ത് അതിൻ്റെ ഒറിസോണ്ടൽ കോമ്പണൻറ്റ് UXും വെർട്ടിക്കൽ കോമ്പണൻറ്റ് UYയും ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുക വെർട്ടിക്കൽ ആക്സിസിലാണ്. അതുകൊണ്ടാണ് അവിടെ UYൻ്റെ വെലോസിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ വിൽ ചേഞ്ച്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഈ ബോഡിയെ മുന്നോട്ടേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നതാണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ദാറ്റ് മീൻസ് horizontal velocity of a projectile remains constant throughout the motion of the projectile. അത് ശരിയാണ്. Statement 2. There is an acceleration acting on the projectile along the horizontal direction. അല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുക എങ്ങോട്ടേക്കാ? നേരെ താഴത്തേക്കല്ല ആക്ട് ചെയ്യുക. അതെന്തിനാണ് ഡിഫക്റ്റ്? അതെന്തിനാണ് ബാധിക്കുക? വെർട്ടിക്കൽ കോമ്പൗണ്ട് വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുക. വെർട്ടിക്കൽ കോമ്പൗണ്ട് വെലോസിറ്റി ഇങ്ങനെ പോയി ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ 0 ആവുകയും അതിനുശേഷം താഴത്തേക്ക് വന്ന് സ്പീഡ് കൂടുകയും ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ഇതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഇതിന് ആൻസർ എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. Question number 15. For a system of particle, if tau external is equal to 0, then choose the correct option. അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുന്ന സമയത്ത് എക്സ്റ്റേണൽ ടോർക്ക് ടോ എക്സ്റ്റേണൽ ക്യാൻ ബി ഇക്വേറ്റഡ് ടു DL divided by dt എന്ന് പഠിച്ചില്ലേ? F is equal to dp by dt കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഠിച്ച ടോ എക്സ്റ്റേണൽ is equal to DL divided by dt. ടോ എക്സ്റ്റേണൽ 0 ആണെങ്കിൽ അപ്പോൾ DL by dt-ൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ DL by dt-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ്, DL by dt 0 ആണെങ്കിൽ there is a ആംഗുലാർ മൊമെൻറ്റം എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? L is constant. സംശയം ഉണ്ടോ? സോ ആൻസർ എന്താ? 15. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ് ഫോർ എ മെറ്റൽ? നമുക്കറിയാം ഫോർ സോളിഡ്സ് മോസ്റ്റ് ഓഫ് ദ സോളിഡ്സ് y ഈസ് ഗ്രേറ്റർ ദാൻ g. മോസ്റ്റ് ഓഫ് ദ സോളിഡ്സ് നമ്മൾ പറയാം y ഈസ് ഗ്രേറ്റർ ദാൻ g എന്നുള്ള കണ്ടീഷനാണ്. ഓർ നിയർലി നമുക്ക് NCERT y ഈസ് ഈക്വൽ ടു 3g എന്ന് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ 3 ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ 3 റൈറ്റ്. Question number 17. A motorboat is going in a river with a velocity is given. If the resisting force due to stream is force is given, power ആണ്. What is power? Power is equal to F dot V. കാരണം ഈ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ മെയിൻ കാര്യം. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളോടെ കടന്നു പോകാൻ പറ്റണം അല്ലേ? എല്ലാവരും ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. 5i plus 10j plus 6k cap dot എന്താ വരിക? വാട്ട് ഈസ് വെലോസിറ്റി ഹിയർ? 4i minus 2j plus k cap എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 5 into 4 that will give 20 minus 10 into minus 2 that will give plus 20 plus 6 that will give 46 watt ആയിരിക്കും ആൻസർ കിട്ടുക. Question number 18. The three vessels ABC contain water up to the same height PA, PB, PCB. The pressure exerted by the water at the bottom of the vessel ABC respectively. Then we know that ബോട്ടത്തിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ P is equal to HROG അല്ലേ? വേറെ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൈറ്റ്. എത്രത്തോളം വാട്ടർ നിറച്ചോ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എല്ലാം ഒരേ ലെവലിലായതുകൊണ്ട് നമുക്ക് പറയാം PA is equal to PB is equal to PC. റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം റേഞ്ച് ആൻഡ് സ്ക്വയർ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. നമ്മൾ എക്സ്ക്ലൂസീവായി പഠിപ്പിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവില്ലേ? 4h is equal to r tan theta is equal to 5t square.
ഈ റിലേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ജീൻ്റെ വാല്യൂ 10 എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജി ഈക്വൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 4h ഹൈറ്റ്, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, r എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം റേഞ്ചും സ്ക്വയർ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റും അല്ലേ. സോ വി ക്യാൻ യൂസ് r tan theta is equal to 5t square. സോ മാക്സിമം റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് വാട്ട് യു മീൻ ബൈ മാക്സിമം റേഞ്ച്? തീറ്റ 45 ഡിഗ്രി ആവുന്നല്ലേ മാക്സിമം റേഞ്ച്. സോ ടാൻ 45ൻ്റെ വാല്യൂ 1 വരും. സോ r is equal to 5t square. സോ റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ സ്ക്വയർ അല്ലേ, r/t square is equal to 5. ഈ റിലേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ ഈ പ്രൂഫ് എഴുതിണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിലേഷൻ പഠിച്ചിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 4h is equal to r tan theta is equal to 5t square. Coefficient of volumetric expansion of lamina. So gamma value is given എത്രയാ, 5 into 10 raised to minus 5. Coefficient of linear expansion. There is a relation between alpha, beta, gamma. അറിയില്ലേ, alpha is to beta is to gamma എന്ന് പറഞ്ഞാൽ എത്രയാ, 1 is to 2 is to 3 അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 5 into 10 raised to minus 5 divided by 3 അല്ലേ. 5/3 വാല്യൂ നിയർലി 1.6 into 10 raised to minus 5 per degree Celsius. ഓപ്ഷൻ 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. എ റോപ്പ് ഈസ് വൗണ്ട് റൗണ്ട് എ ഹോളോ സിലിണ്ടർ. ലിസൺ, ഇതൊരു ഹോളോ സിലിണ്ടർ ആണ്. ഈ ഹോളോ സിലിണ്ടർ ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ കടന്നു ബാക്കോട്ടേക്ക് ഇങ്ങനെ ഉള്ളോട്ടേക്ക് പോയി നിൽക്കാമെന്ന് വിചാരിക്കും. ഇതിനെ ഞാനിതാ ഇവിടുന്ന് താഴത്തേക്ക് എന്ത് ചെയ്യുക, പിടിച്ച് വലിക്കാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള സാധനത്തിന് ഞാൻ പിടിച്ച് താഴത്തേക്ക് വലിച്ചാൽ ഈ സാധനം ഇങ്ങനെ കടന്ന് കറങ്ങല്ലേ ചെയ്യുക. അതായത് ഇങ്ങനെയുള്ളൊരു സാധനം, ഒരു സിലിണ്ടർ പോലത്തെ സാധനം, അതിൻ്റെ ഒരു എൻഡിൽ ഞാൻ റോപ്പ് ഇട്ടിട്ട് ഒറ്റ വലി വലിച്ചാൽ ഇതിങ്ങനെ കറങ്ങൂലേ. ആ കറങ്ങുന്ന സ്പീഡ് ആംഗുലാർ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക? ഈ ആംഗുലാർ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 80 ന്യൂട്ടനാണ്. ഇവിടുന്ന് ഇതിൽ സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. ആക്സിസ് അകത്തേക്കാണ് കടന്നു പോകുന്നത്. കാരണം ഇങ്ങനെ വെച്ച് ഇങ്ങനെയല്ലേ കറങ്ങുന്നത്. സോ റേഡിയസ് എന്താ വരിക, റേഡിയസ് 60 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വി നോ ദാറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹിയർ റേഡിയസ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത് mr² ഇൻറ്റു ആൽഫ. ഈ r കട്ട് ചെയ്താൽ ആൽഫ is equal to f divided by m ഇൻറ്റു r. ഇതാണ് ഡയറക്റ്റ് കേസ്. വേർ ഫോഴ്സ് ഈസ് ഹിയർ 80, മാസ് എത്രയാണ് 5 ഇൻറ്റു റേഡിയസ് 60 ഇൻറ്റു 10 raised to minus 2. എടാ 80ൽ 5 16 ടൈംസ് പോകും അല്ലേ. 16 divided by 60 ഇൻറ്റു 10 raised to minus 2. ദാറ്റ് വിൽ ഗീവ് 160/6. 16/6 എന്ന് പറയുമ്പോൾ 2, 4ൽ 6, 26.6 rad per second square. Option 2 is the right answer. A body takes 5 minutes to cool from 100 degrees Celsius to 60 degrees Celsius and takes time t to cool from 80 degrees Celsius to 40 degrees Celsius. If surrounding temperature is 20 degrees Celsius, find t എന്നല്ല ചോദിച്ചിരിക്കുന്നത്. എടാ നമുക്കറിയാം, നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പഠിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഓർമ്മ നിങ്ങൾക്ക് എല്ലാവരും ഇക്വേഷൻ പറയാൻ വേണ്ടി ശ്രമിക്കുക. θ1 minus θ2 divided by t is equal to k into θ1 plus θ2 by 2 minus θ0. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമ്മൾ ഡയറക്റ്റ് ശരിക്കും ലോഗിൻ്റെ ഒക്കെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് പെർഫെക്റ്റ് ആൻസർ കിട്ടുക. നമുക്ക് കിട്ടുന്ന ആൻസർ അപ്രോക്സിമേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ വാല്യൂ ഓപ്ഷൻ നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇതൊരു പെർഫെക്റ്റ് ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ലോഗിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ശരിക്കും കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ഫോർ ഈസി കാൽക്കുലേഷൻ ഈസി ആവാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതങ്ങനെ തന്നെ പഠിക്കുക, ചെയ്ത് നോക്കുക. ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്തുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കുക. സോ ഹിയർ ഫസ്റ്റ് കേസിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം 100 to 60 degree അല്ലേ. സോ ഇക്വേഷൻ വിൽ ബി 100 minus 60 divided by time is 5, k into 100 plus 60, 160/2 minus θ0 is 20. 160/2 എന്ന് പറഞ്ഞാൽ 80, 80 minus 20, 60. 100 minus 60, 40, 40 divided by 5. That means k is equal to കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 divided by 6 into 5, that will give 30. 4/30 എന്ന് കിട്ടും. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ പറ്റും, ഇനി കണ്ടുപിടിക്കേണ്ടത് 80 40 ഡിഗ്രി ആവാൻ എത്ര സമയം എടുക്കുന്നല്ലേ. സോ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. 80 minus 40 divided by t is equal to k എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് 4/30 into 80 plus 40 120, 120/2 60, 60 minus 20. അടുത്ത സ്റ്റെപ്പിൽ 4/30 into 60 minus 20 40, 80 minus 40 40. അപ്പോൾ t ഈ 40 കട്ട് ചെയ്യാലോ. ദാറ്റ് മീൻസ് t is equal to 30/4. 30/4 28, 7 into 4 28. ദാറ്റ് മീൻസ് 7 point something ആണ് ആൻസർ വരിക. 7.2 അല്ലേ, 7.5 അപ്രോക്സിമേറ്റ് 7.5 ആണ് കറക്റ്റ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഇതിനോട് അടുത്ത വാല്യൂ നോക്കുമ്പോൾ 8 മിനിറ്റ് കിടക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ 4 മാർക്ക് ചെയ്യാം. 23. നോ ഹീറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ദെൻ പ്രോസസ് ഈസ് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ എന്തായിരിക്കും അഡിയബാറ്റിക്. ഒരു ഹീറ്റ് ഫ്ലോ നടക്കാത്തതാണ് എന്ത് അഡിയബാറ്റിക് പ്രോസസ് നമുക്കറിയാം.
Under the action of a force of a 2 kilogram body moves such that its position x as function of time a by x is equal to e square by 3, where x is in meter and t is in second. The work done by the force in first 2 seconds. ഫസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം സ്റ്റാർട്ടിങ് ഫ്രം 0 to 2 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ടൈപ്പ് ചോദ്യം വരുന്ന സമയത്ത് നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് എം ഇൻറ്റു v2² മൈനസ് v1² അല്ലേ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇൻ ദിസ് ക്വസ്റ്റ്യൻ വെലോസിറ്റി തന്നിട്ടില്ല. എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കും? എക്സ് ഇസ് ഈക്വൽ ടു t²/3 അല്ലേ, ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2t/3 എന്ന് കിട്ടും. t1ന് 0 കൊടുക്കുമ്പോൾ v1 എന്തായിരിക്കും 0, t2ന് 2 കൊടുക്കുമ്പോൾ v2 എത്രയായിരിക്കും 4/3. ഇനി ഈ വാല്യൂ എടുത്ത് ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ കിട്ടുക? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2² എന്ന് പറയുമ്പോൾ 4/3² മൈനസ് 0² എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ 2 കട്ട് ചെയ്താൽ 4² 16, 3² 9. സോ ആൻസർ വിൽ ബി 16/9 ജൂൾ. Question number 25. A particle is executing SHM with amplitude A and has a maximum velocity v0. Velocity maximum എന്ന് പറഞ്ഞാൽ a ഒമേഗയാണ്. അത് v0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇറ്റ് സ്പീഡ് അറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് a/2. സോ വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് x². ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് a/2. എക്സ് ഈസ് ഹിയർ a/2. x² എന്ന് പറയുമ്പോൾ a²/4. അടുത്ത സ്റ്റെപ്പിൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 3a²/4. അടുത്ത സ്റ്റെപ്പിൽ √3/2 ഇൻറ്റു a ഒമേഗ, വേർ a ഒമേഗക്ക് എന്ത് കൊടുക്കാം v0 കൊടുത്താൽ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. എ സ്ട്രെച്ച്ഡ് റബ്ബർ ഹാസ്, റബ്ബറിനെ സ്ട്രെച്ച് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതിൽ എന്ത് സ്റ്റോർ ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ കണ്ടീഷൻ വെച്ച് ആലോചിച്ചാൽ പോരെ, നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൽ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ എനർജി. 27. A liquid is allowed to flow into a cone shape pipe. Choose the correct option from the following. The velocity. അപ്പോൾ വെലോസിറ്റി എവിടെയാണ് കൂടുതലാണ് വെച്ചിരിക്കുന്നത്? വി നോ ദാറ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ AB is a constant. A1 V1 is equal to A2 V2. ഏരിയ കൂടുതലുള്ളിടത്ത് വെലോസിറ്റി കുറവും, ഏരിയ കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. ദ വെലോസിറ്റി ലോ അറ്റ് ദ വൈഡർ എൻഡ് ആൻഡ് ഹൈ അറ്റ് നാരോ എൻഡ്. ശരിയല്ലേ? 22 അല്ലേ കിട്ടുക? 27 ഓപ്ഷൻ 2. The average kinetic energy of a gas molecule is. എടാ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. Then question number 29. A source is approaching a stationary observer with a velocity 1/10 that of sound. The ratio of observed and real frequency is f dash is equal to f0 into v divided by v minus v. സോഴ്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? 1/10 that of sound അല്ലേ? ഇത് സോഴ്സ്, മറ്റേത് സൗണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി ഓഫ് സോഴ്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിവൈഡ് ബൈ 10 അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു f0 ഇൻറ്റു v ഡിവൈഡ് ബൈ v മൈനസ് v/10. എഫ് ഡാഷ് ബൈ f0ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. v മൈനസ് v/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9v/10. ആ 10 കറങ്ങി മുകളിലേക്ക് പോയാൽ 10v/9 ദാറ്റ് വിൽ ഗീവ് 10/9. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 30. If λ1, λ2 and λ3 are wavelength of the waves giving resonance with fundamental first and second overtones respectively of a closed organ pipe, the ratio of wavelength. എടാ ഫ്രീക്വൻസിൻ്റെ റേഷ്യോ എന്താ? f1 ഈസ് ടു f2 ഈസ് ടു f3 എന്ന് പറഞ്ഞാൽ 1:3:5 അല്ലേ? വേർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു v/λ അല്ലേ? വേർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ λ അല്ലേ? ഫ്രീക്വൻസിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ. സോ λ1 ഈസ് ടു λ2 ഈസ് ടു λ3 ഈസ് ഈക്വൽ ടു 1:1/3 ഈസ് ടു 1/5. That means option 4 is the right answer. 31. The velocity time graph for motion with constant acceleration for an object. Constant acceleration ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന പോസിറ്റീവ് വരുന്ന ഗ്രാഫ് നോക്കുക. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കേസും പറ്റത്തില്ല. ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 2 ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം. സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ആക്സസ് ആയിരിക്കണം. The angular velocity of a wheel increases from 150 rps to 200 rps in 18 seconds. The number of revolution made during that time is. The NCERT model question ആണ്. We know that omega 2 is equal to omega 1 plus alpha t. Alpha is equal to omega 2 minus omega 1 by t. Where omega എന്ന് പറയുമ്പോൾ 2 pi f1
സോറി 2 pi f2 ഇൻറ്റു 2 pi f1 ഡിവൈഡ് ബൈ ടി 2 pi കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ f2 മൈനസ് f1 200 മൈനസ് 150 ഡിവൈഡ് ബൈ 18 2 pi ഇൻറ്റു 50 ഡിവൈഡ് ബൈ 18 എന്ത് കിട്ടും ആൽഫ എന്ന് കിട്ടും. ഇനി ഒരു പ്രാവശ്യം കംപ്ലീറ്റ് കറങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കുക 2 pi ആ, 2 പ്രാവശ്യം കറങ്ങുമ്പോഴോ 2 pi n, 3 പ്രാവശ്യം കറങ്ങുമ്പോഴോ, ഇങ്ങനെ കറങ്ങുമ്പോൾ ഓരോ നമ്പർ ഓഫ് റെവല്യൂഷൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ടൈം കറങ്ങാൻ വേണ്ടത് 2 pi ആണ്. അതായത് ഒരു സർക്കിൾ ഫുൾ ടൈം കറങ്ങണമെങ്കിൽ നമുക്കറിയാം എത്ര കിട്ടുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഇവിടേക്ക് എത്താൻ എടുക്കുന്ന ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. 2 പ്രാവശ്യം കറങ്ങുമ്പോഴോ 4 pi ആ, 3 പ്രാവശ്യമോ 3 pi ആ. അപ്പോൾ നമ്മൾ പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, തീറ്റ സീക്വൽ ടു 2 pi ഇൻറ്റു n ആണ്. അപ്പോൾ തീറ്റൻ്റെ ഇക്വേഷൻ ω1t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ ഇക്വേഷനിൽ 2 pi n ഇസ് ഈക്വൽ ടു ഒമേഗക്ക് എന്ത് കൊടുക്കാം 2 pi ഇൻറ്റു 150 ഇൻറ്റു 18 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫൻ്റെ വാല്യൂ എത്രയാണ് 2 pi ഇൻറ്റു 50 ഡിവൈഡ് ബൈ 18 ഇൻറ്റു ടി സ്ക്വയർ 18 സ്ക്വയർ തന്നെ. ഈ 18 സ്ക്വയർ കട്ട് ചെയ്യാം. 2 പൈയും 18ഉം കോമൺ ആക്കി എടുത്താൽ ഇവിടെ 150 ഉണ്ടാവും, ഇവിടെ 50/2 ഉണ്ടാവും അല്ലേ. 50/2 എത്രയാണ് 25. 150 പ്ലസ് 25 175. 175 ഇൻറ്റു 18 ഇസ് ഇൻറ്റു 2 pi ഇസ് ഈക്വൽ ടു 2 pi n അല്ലേ. ഈ 2 pi കട്ട് ചെയ്താൽ n ഇസ് ഈക്വൽ ടു 175 ഇൻറ്റു 18. 175 ഇൻറ്റു 18 എന്ന് പറയുന്ന സമയത്ത് മൂവായിരത്തി 150 റേഞ്ച് ആൻസർ കിട്ടുക. 3150 അത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 175 ഇൻറ്റു 18 റൈറ്റ്. 33 എ സിമ്പിൾ പെൻഡുലം ഹാസ് എ ടൈം പീരീഡ് ടി ഇൻ വാക്വം. എടാ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ നല്ലതായിരിക്കും. ഒരു പെൻഡുലം നമ്മളൊരു ലിക്വിഡ് സർഫസിൽ കൊണ്ടുവച്ചാൽ, ഇവിടെ ഞാനിപ്പോൾ പറയുകയാണ് ഇത് മൊത്തം ഒരു ലിക്വിഡ് സർഫസാണെന്ന് വിചാരിക്കുക. ഈ ലിക്വിഡ് സർഫസിൽ ഞാനൊരു പെൻഡുലം കൊണ്ടുവെക്കുകയാണ്. ഇവിടെ ഒരു പെൻഡുലം കൊണ്ടുവച്ചാൽ ഈ ബോബിൻ്റെ ഇതിനാണ് റോ, ഇത് ഡെൻസിറ്റി ഓഫ് ബോബാ, ഇത് സിഗ്മ ഡെൻസിറ്റി ഓഫ് ലിക്വിഡാണ്. സോ ഇവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ ടി ഈസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി എഫക്റ്റീവ് എന്നാണ് കിട്ടുക. വേർ ജി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. 1 മൈനസ് സിഗ്മ ബൈ റോ. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് ഓൾമോസ്റ്റ് ഈ ടൈപ്പ് ചോദ്യത്തിലെല്ലാം സിഗ്മയും റോയും തമ്മിലുള്ള റിലേഷൻ തരും. കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 1/8 ഓഫ് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് റോ ആണ്. സോ സിഗ്മ ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക 1/8. അതിൽ സംശയമുണ്ടോ? ഈ റിലേഷൻ പഠിക്കണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇൻ കേസ് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എക്സാമിന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി എഫക്റ്റീവ്. അപ്പോൾ ജി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 1/8 ക്രോസ് ചെയ്താൽ 7/8 ജി എന്ന് കിട്ടും. ഇവിടെ 7g/8 അടിക്കുമ്പോൾ മുകളിലേക്ക് പോകും. സോ ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് എൽ ബൈ ജി ഇൻറ്റു റൂട്ട് 8/7. 2 pi റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാൽ ഇനീഷ്യൽ ടൈം പീരീഡ് റൂട്ട് 8/7 ഇൻറ്റു ടി. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 34 ദ റിലേഷൻ ബിറ്റ്വീൻ RMS വെലോസിറ്റി ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. RMS വെലോസിറ്റി മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി രണ്ട് VMMS എന്തോ ഒരു മിസ്റ്റേക്കുള്ള പോലെ. Listen, what is the equation for VRMS? VRMS is equal to root of 3 kt divided by m. V most probable velocity is equal to root of 2r2 kt by m. So VRMS divided by VMP is equal to root 3/2. So VRMS is equal to root 3/2 into VMP. Answer option 2 കിട്ടും. 34 option 2. The molar specific heats of an ideal gas at constant pressure and volume are denoted by Cp and Cv. If gamma is Cp by Cv, then Cv is equal to R divided by gamma minus 1. R divided by gamma minus 1. Okay, then we are moving to part B. Question number 36. Suppose refractive index nu is given by nu is equal to A plus B by lambda square, where A and B are constants and lambda is wavelength. Then dimension of B are same as that of. എടാ നമുക്കറിയാം ന്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാട്ട് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയ അല്ലേ. C/V രണ്ട് വെലോസിറ്റി ആവുന്ന സമയത്ത് അതിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല.
ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും മ്യൂവിൻ്റെ ഡയമെൻഷൻ എക്ക് ഈക്വൽ ആയിരിക്കണം, ബി ബൈ ലാംഡ സ്ക്വയറിനും ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് പറയാൻ പറ്റും ബി ബൈ ലാംഡ സ്ക്വയർ ഡയമെൻഷൻ ന്യൂവിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ന്യൂവിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 1 ആണ്. സോ ബി ബൈ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരണം. സോ ബി എത്രയാണ്? ലാംഡ സ്ക്വയർ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അല്ലേ? സോ വേവ് ലെങ്ത്തിൻ്റെ സ്ക്വയർ എൽ സ്ക്വയർ വരും. സോ ബീൻ്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ക്വാണ്ടിറ്റിക്കാണ് വരിക? ഏരിയൻ്റെ ഡയമെൻഷനാണ് മക്കളെ എൽ സ്ക്വയർ. സോ നമുക്ക് ഓപ്ഷൻ 4 ആണ് വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. The displacement of a body along x-axis depends on time as root x is equal to 3t plus 5 അല്ലേ? That means x എന്ന് പറഞ്ഞാൽ എന്താ? 3t plus 5ൻ്റെ സ്ക്വയർ. സ്ക്വയർ ചെയ്താൽ നമുക്ക് ഞാൻ a plus b ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ചെയ്യാം. 9t square plus 2 into 3 5 15 13t plus 25 is displacement. ഇതിനെ 1 ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 18t plus 30 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ടിക്ക് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഈ വെലോസിറ്റി എന്താ സംഭവിക്കുക? ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസസ് ആ. സോ ദ ആൻസർ വിൽ ബി ഇൻക്രീസസ് വിത്ത് ടൈം. നെക്സ്റ്റ് വൺ, റെയിൻ ഡ്രോപ്സ് ആർ ഫോളിംഗ് വേർട്ടിക്കലി വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second to a cyclist moving on a straight road. The raindrop appears to be coming with a velocity. That means velocity of rain with respect to man ആണ് തന്നിരിക്കുന്നത് 20 meter per second. അയാൾക്ക് തോന്നുന്നതാണ് റെയിൻ ഇയാൾക്ക് നേരെ വേർട്ടിക്കലി ആണ് സ്ട്രേറ്റ് റോഡ് കമ്മി 20 meter per second ആണ് ഇയാൾക്ക് നേരെ വരുന്നതെന്നാണ് ഇയാൾക്ക് തോന്നുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇയാൾ ഈ ഡയറക്ഷനിലാണ് വെലോസിറ്റി ഓഫ് റെയിൻ. ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ. ഇയാൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുമ്പോൾ -vm ആ കൺസിഡർ ചെയ്യുക. ഈ ഡയറക്ഷനിലേക്കാണ് റിസൾട്ടൻ്റ് എടുക്കുക. ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ, റൈറ്റ്? സോ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് റെയിൻ സ്ക്വയർ പ്ലസ് വെലോസിറ്റി ഓഫ് മാൻ സ്ക്വയർ. എങ്ങനെയല്ലേ വരിക? vm സ്ക്വയർ vr സ്ക്വയർ. That means velocity of rain with respect to man value എത്ര? 20. 20 is equal root of 10 square. Velocity of rain 10 ആണ്. 10 square into velocity of man square. ഈ റൂട്ട് അങ്ങോട്ട് പോയാൽ എന്താ വരിക? 20 square minus 10 square is equal to vm square. vm is equal to 20 square 400, 10 square 100, 400 minus 100 300. അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 10 root 3 will be the right answer. Question number 39. The figure shows, ഇതൊരു NCERT question ആണ്. NCERT നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? ഇപ്പോൾ അതിൻ്റെ ഒരൊറ്റ കേസ് മാത്രം ഞാൻ എടുക്കാം. ലിസൺ, നോക്കണേ. ഇത് ടി ആണ്, ഇത് എക്സ് ആണ്. ഇത് എക്സ് ടി ഗ്രാഫ് ആണ്. ഈ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഇത് 2 ആണ്, ഇത് 4 ആണ്. എല്ലാ ഗ്രാഫും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വരുന്ന മാക്സിമം വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2/2. ദാറ്റ് വിൽ ഗീവ് 1 meter per second. അപ്പുറത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/2. അതും 2/2 അല്ലേ വരിക? അതും 1 meter per second. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സ്പീഡ് 1 meter per second, താഴത്തേക്ക് വരുന്ന സ്പീഡ് 1 meter per second, പിന്നെ പോകുന്ന സ്പീഡ് 1 meter per second, പിന്നെ പോകുന്ന സ്പീഡ് 1 meter. അങ്ങനെയാണ് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുക. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഇമ്പൾസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് കേസ് ഉണ്ടാകുന്ന ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇമ്പൾസ് ഹിയർ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡെൽറ്റ പി അല്ലേ? m into v മൈനസ് ഓഫ് m into മൈനസ് u, റൈറ്റ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ 2mv മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ സൈനിനെ ബോധർ ചെയ്യുന്നില്ല, കാരണം ഓപ്പോസിറ്റ് ആണെന്നുള്ള സമയത്ത് മാത്രം നെഗറ്റീവ് ഇട്ട് കൊടുത്തു. 2 into മാസ് എത്രയാണ്? 0.4. വെലോസിറ്റി എത്രയാണ്? 1. ദാറ്റ് വിൽ ഗീവ് 0.8 Newton second will be the right answer. Question number 40 നോക്കടാ. A code is used to lower vertically a block of mass m by a distance d with a constant downward acceleration g/4. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കണം, ഇവിടെ ഒരു റോഡ് ഉണ്ട്, ഇതിന് നമ്മൾ ടെൻഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ താഴത്തേക്ക് പിടിച്ചു വലിക്കുകയാണ് g/4 എന്നുള്ളത്. g/4 ആക്സലറേഷൻ അത് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ കവർ ചെയ്ത ദൂരമാണ് d എങ്കിൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ m into g minus g/4 അല്ലേ? m into g minus a. ദാറ്റ് വിൽ ഗീവ് 3/4 mg എന്ന് ടെൻഷൻ കിട്ടും. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. സോ വാട്ട് ഈസ് വർക്ക് ഡൺ? ടെൻഷൻ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. ഈ ബോഡി മൂവ് ചെയ്യുന്ന താഴത്തേക്കല്ലേ? സോ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ എത്രയാണ്? 180. സോ എഫ് ഡി ഇൻറ്റു കോസ് 180. ദാറ്റ് വിൽ ഗീവ് മൈനസ് ടെൻഷൻ എന്ത് കൊടുക്കാം? 3/4 mgd എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 -3/4 mgd. അത് ടെൻഷൻ മുകളിലേക്കാണ് ഉണ്ടാവുക, ഇത് താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റും ടെൻഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കൂ. എ സ്ഫെറിക്കൽ ബോൾ 2 dimension കൊളീഷൻ്റെ ബേസിക് കണ്ടീഷനാണ്. വളരെ ബേസിക് കണ്ടീഷനാണ്, ഏറ്റവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ കൺസെപ്റ്റ് അറിയുമെങ്കിൽ എ സ്ഫെറിക്കൽ ബോൾ ഓഫ് മാസ് 4 kilogram കൊളൈഡ് വിത്ത് അനദർ ബോൾ അറ്റ് റെസ്റ്റ്. ഇത് 4 ആണ്, ഇത് 1 ആണ്. ആഫ്റ്റർ കൊളീഷൻ ഈ ബോഡി ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും വിത്ത് എ വെലോസിറ്റി v1, മറ്റേ ബോഡി താഴത്തേക്ക് മൂവ് ചെയ്യും വിത്ത് എ വെലോസിറ്റി v2, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇതിനെ 2 കോമ്പണൻസ് ആയിട്ട് സോൾവ് ചെയ്യും. ഇത് 5/1, അങ്ങനെ എന്താ വരിക? mv1 cos 5/1. ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? mv2 cos 5/2. അതേപോലെ മുകളിലേക്ക് എന്തുണ്ടാവും? mv1 sin 5/1.
അതേപോലെ താഴത്തേക്ക് എന്തുണ്ടാവും MV2 sin φ2. മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടണം. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ എക്സ് ആക്സിലെ ഡയറക്ഷനിൽ മാത്രമേ ഇനീഷ്യലി മൊമെൻ്റ് ഉണ്ടാവുന്നുള്ളൂ. സോ എലോങ് വൈ ഡയറക്ഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എലോങ് വൈ ഡയറക്ഷനിൽ ഇനീഷ്യൽ മൊമെൻറ്റം ഉണ്ടോ? ഇല്ല. ദെൻ MV1 sin φ1 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് MV2 sin φ2. ദാറ്റ് മീൻസ് V1 sin φ1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു V2 sin φ2. V1 into sin φ1 sin 30 is equal to V2 into sin 60. What is sin 30? 1/2. What is sin 60? √3/2. 2 കട്ട് ചെയ്താൽ V1 by V2 will give √3. ഡയറക്റ്റ് അല്ലേ? സോ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊന്ന് ഓർക്കാൻ വേണ്ടി നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 42. എ കാർ വെയ്റ്റ്സ്, ഇതും NCERT മോഡലാണ്, 1800 കിലോഗ്രാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആക്സിൽ ഈസ് 1.8 മീറ്റർ. അപ്പോൾ ഞാൻ ഒരു കാർ വരയ്ക്കാം. ഓക്കെ റൈറ്റ്, ലിസൺ. സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കാർ വരയ്ക്കും. ലിസൺ, ഇതാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വീൽ എന്ന് വിചാരിക്കുക. സോ ഫ്രണ്ട് വീൽ ഉണ്ടാവുന്ന റിയാക്ഷൻ R1, ഇവിടെ ബാക്ക് വീൽ ഉണ്ടാവുന്ന റിയാക്ഷൻ R2. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? ഈ രണ്ട് ടയറുകളും തമ്മിലുണ്ടാവുന്ന ഫ്രണ്ട് ബാക്ക് ആക്സിലും തമ്മിലുള്ള ദൂരം 1.8 ആണ്. സോ ഇവ തമ്മിലുള്ള ദൂരം 1.8 ആണ്. റൈറ്റ്. ഫസ്റ്റ് ഫ്രണ്ട് വീലിൽ നിന്ന് 1 മീറ്റർ ബാക്കിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 1 മീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ള ദൂരം 0.8 ആണ്. ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ലെവൽ ഗ്രൗണ്ട് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ ആൻഡ് ഈച്ച് ബാക്ക് വീൽ. അപ്പം എത്ര ഫ്രണ്ട് വീലുണ്ട്? 2 ഫ്രണ്ട് വീലുണ്ട്, 2 ബാക്ക് വീലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ആക്സിസ് ആക്കി എടുക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ടോർക്ക് പ്രൊഡ്യൂസഡ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്യും. ഇത് ഇങ്ങോട്ട് കറങ്ങാൻ വേണ്ടി ശ്രമിക്കും, ഇത് മുകൾക്ക് കറങ്ങാൻ വേണ്ടി ശ്രമിക്കും. റൈറ്റ്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഇതിൻ്റെ വെയിറ്റ് mg, 1800 കിലോഗ്രാം ആകുമ്പോൾ വെയിറ്റ് mgയിലേക്ക് ആക്സിസിലുള്ള ദൂരമാണ് എത്ര? mg ഇൻറ്റു 0.8 ക്യാൻ ബി ഇക്വേറ്റഡ് ടു R1 ഇൻറ്റു ഇതാണ് ഞാൻ ബാക്കത്തെ വീലിൻ്റെ ആക്സിസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എത്ര? 1 മീറ്റർ. സോറി 1 അല്ല, 1.8 മീറ്റർ. സോ നമുക്ക് പറയാൻ പറ്റും R1 ഫ്രണ്ട് വീലിൽ ബാക്കത്തെ ആക്സിയിൽ നിന്ന് ഫ്രണ്ട് വീലിലേക്കുള്ള ദൂരം 1.8 ആണ്. അപ്പം അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം ഞാൻ അവിടെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോകും. അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. എന്തിനാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫ്രണ്ട് വീൽ എന്ന് പറയുമ്പോൾ 2 വീലുണ്ട് അല്ലേ? അപ്പോൾ ഒരാളുടെ റിയാക്ഷൻ R1 ആണെങ്കിൽ മറ്റൊരാളുടെ റിയാക്ഷൻ എന്തായിരിക്കണം? R1 ആയിരിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ എന്തെടുക്കണം? 2R1 കൺസിഡർ ചെയ്യണം. സോ വാട്ട് ഇസ് mg ഹിയർ? 1800 ഇൻറ്റു 0.8 is equal to 2R1 ഇൻറ്റു 1.8 അല്ലേ? സോ വാട്ട് ഇസ് R1? 1800 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 18 ഇൻറ്റു 2. കാരണം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. 2 ഈക്വൽ പോയിൻറ്റ്സ് ആകുമ്പോൾ കട്ട് ചെയ്യാം. ഈ 18ഉം 8ഉം കട്ട് ചെയ്തൂടെ? ഇൻറ്റു G ചെയ്യണം അല്ലേ? ഇൻറ്റു G 10 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു G 10. ദാറ്റ് മീൻസ് 1000 ഇൻറ്റു 4. ദാറ്റ് വിൽ ഗീവ് 4000 ന്യൂട്ടൺ. അപ്പോൾ 4000 ന്യൂട്ടൺ ആണ് ഫ്രണ്ട് വീൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൊത്തം മുകളിലേക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ R2യുടെയും R1ൻ്റെയും സം അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. സോ വെയിറ്റ് എത്രയാണ്? 1800 പ്ലസ് 2R1 പ്ലസ് 2R2. 2R1 പ്ലസ് 2R2 എടുത്താൽ മനസ്സിലായോ? 2 ഫ്രണ്ട് വീല്, 2 ബാക്ക് വീല്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 9000 അല്ലേ? R1 നിങ്ങൾക്ക് കിട്ടിയത് 4000 ആണെങ്കിൽ 9000 ഡിവൈഡ് ബൈ 4000 ദ വാല്യൂ വിൽ ബി 5000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ, 5000 ന്യൂട്ടൺ ഓൺ ഈച്ച് ബാക്ക് വീൽ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്പർ 42. ഇത് നമ്മുടെ ടോർക്കിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനില്ലേ? അതായത് ടോർക്ക് ക്ലോക്ക് വൈസ്, ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള കണ്ടീഷൻ അത് NCERT 2-3 സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുക. ദ escape velocity for the earth is VE. The escape velocity for the planet whose radius is 1/4 if the radius of earth and mass half that of earth. എടാ escape velocity ഇക്വേഷൻ √2gm ഡിവൈഡ് ബൈ r അല്ലേ? പ്ലാനറ്റിൻ്റെ എന്താ വരിക? √2gmp ഡിവൈഡ് ബൈ rp. സോ റേഷ്യോ എടുക്കുമ്പോൾ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് എർത്ത് is equal. escape velocity of planet ഡിവൈഡ് ബൈ escape velocity of earth എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് പ്ലാനറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് എർത്ത് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മാസ് ഓഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്തിൻ്റെ പകുതിയാണ്. റേഡിയസ് ഓഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്തിൻ്റെ 1/4 ആണ്. സോ RE ഡിവൈഡ് ബൈ RP എന്ന് പറഞ്ഞാൽ 4ഉം MP ഡിവൈഡ് ബൈ ME എന്ന് പറഞ്ഞാൽ 1/2.
So ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ root of 1/2 into 4, that will give root 2. Velocity of planet divided by velocity of earth root 2 ആണെങ്കിൽ velocity of planet is equal to root 2 into VE എന്ന് കിട്ടും. root 2 into VE. So answer option 2 ആണ് കിട്ടുക. root 2 VE. Right. Question number 44. A wire can be broken by applying a load of 30 kg weight. The force required to break the wire of twice the diameter. We know that breaking stress എന്നുള്ള സാധനം depends upon force breaking divided by area F by A. It does not depends upon length, only depends upon എന്താണ് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ആണ്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. സോ ഫോഴ്സ് റിക്വയർഡ് ടു ബ്രേക്ക് ദ ഡയമീറ്റർ F1 by F2 എന്ന് പറഞ്ഞാൽ D1 by D2 ഹോൾ സ്ക്വയർ ആണ്. D1നെ D ആക്കി എടുക്കുകയാണെങ്കിൽ D2 എന്ന് പറഞ്ഞാൽ 2 times of D അല്ലേ. D കട്ട് ചെയ്യുമ്പോൾ 1/2ൻ്റെ സ്ക്വയർ 1/4 ആണ്. സോ F1 by F2 1/4 ആണെങ്കിൽ വാട്ട് ഈസ് F2? 4F1. 4 into F1 എത്രയാണ് 30 kg weight, that will give 120 kg weight ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 44 will be the right answer. Question number 45. ഈ മോഡൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഇതിലൂടെ വരുന്ന ഹീറ്റ് കറണ്ട് is equal to H1 is equal to H2 plus H3 എന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് H is equal to H1 plus H2. K എന്ന് പറയുമ്പോൾ 4KA into 150 minus T divided by L can be equated to 2KA into T minus 20 divided by L. ഞാൻ ഇതിനെങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല. സോ അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് എന്തും കൂടി വരും 3KA into T minus 80 by L. അടുത്ത സ്റ്റെപ്പിൽ KA by L എല്ലാത്തുനിന്നും കോമൺ ആക്കി ഒഴിവാക്കിക്കേ. 4 into 150 minus T can be equated to 2 into T minus 20 plus 3 into T minus 80. 4 into 150, 200, 300, 600. 600 minus 40 is equal to 2T minus 40 plus 3T minus 240. That will give E minus 40 അങ്ങോട്ട് പോയാൽ 60, 60 plus 3T 90. Minus 40 minus 240 minus 280 അതും കൂടി പോയാൽ plus 280. 600 plus 280 that will give 880. 90 is equal to 880 is equal to 880 by 9. എന്തായാലും പെർഫെക്റ്റ് വാല്യൂ അല്ല, ഫ്രാക്ഷനുള്ള വാല്യൂ. ഫ്രാക്ഷനുള്ള വാല്യൂ നോക്കുമ്പോൾ ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. 97.7 ചെയ്ത് നോക്കുക ആൻസർ. And an ideal gas undergoing cyclic process ABCD action for the amount of work done. Work done എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് അല്ലേ. ഏരിയ അണ്ടർ സൈക്ലിക് പ്രോസസ് അല്ലേ, ക്ലോസ്ഡ് സർഫസ്. സോ എന്താ കിട്ടുക 3V0 minus V0 into 2P0 minus P0, that will give P0 into 2V0 2P0 V0. ഇതാണ് ആൻസർ. അല്ല, ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. വർക്ക് ഡൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈന് മൈനസാണ്. -2P0 V0 അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ആൻസർ തെറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 47. A particle executing SHM has a maximum speed. That means Vmax is equal to A omega is equal to 30. Then A max is equal to A omega square is equal to 60. Vmax divided by A max divided by Vmax is equal to A omega square A omega. അപ്പോൾ omega is equal to maximum acceleration divided by maximum velocity. Maximum acceleration എത്രയാണ് 60 divided by 30, that will give 2. 2 pi by T is equal to 2 ആണെങ്കിൽ T is equal to pi second. Direct question. Question number 48. The equation of a stationary wave along a stretched string is given by y is equal to. അതിൻ്റെ കോമൺ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കോമൺ ഇക്വേഷൻ പറയുക? A sin kx into cos omega t. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കെൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ ബൈ 3. വാട്ട് ഇസ് കെ? 2 pi by lambda is equal to pi by 3 ആണെങ്കിൽ പൈ കട്ട് ചെയ്യുകയാണെങ്കിൽ ലാംഡ is equal to 6 അല്ലേ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് നോഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ലാംഡ ബൈ 2, 6 by 2. ആൻസർ എത്രയാണ്? 3 cm. ക്വസ്റ്റ്യൻ നമ്പർ 49. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം V is equal root of gamma p by rho. എയറിൽ ഗാമൻ്റെ പീൻ്റെ വിലയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡെൻസിറ്റി ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ, ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കുറയുക ചെയ്യുക. ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് കൂടുക ചെയ്യുക. ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് കൂടും. ദാറ്റ് മീൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. GIBയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ഫിസിക്സ്.
The angle of contact at the interface of water glass is 0 degree. Ethyl alcohol glass is 0 degree. Mercury glass is 140 degree. Methyloid diode glass is 30 degree. A glass capillary is put in a trough containing one of these 4 liquid. It is observed that the meniscus is convex. Meniscus convex വരണമെങ്കിൽ angle of contact acute ആണോ obtuse ആണോ? Angle of contact എന്തായിരിക്കണം? ഒപ്റ്റ്യൂസ് ആയിരിക്കണം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കണം? ഒപ്റ്റ്യൂസ്. ഇവിടെ ഒപ്റ്റ്യൂസ് ആംഗിൾ ഏതാ? 140 ഡിഗ്രി. മെർക്കുറി ഗ്ലാസ്. സോ ആൻസർ ഏതാ? മെർക്കുറി ഗ്ലാസ്. റൈറ്റ്. അപ്പോൾ GIBയിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഒരു അനലൈസ് നടത്തുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കണ്ട ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റിയെന്നാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ നീറ്റ് എക്സാമിന് ഉണ്ടാവുക. സോ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ചെയ്ത് ക്ലിയർ ചെയ്യുക. ആ ഡൗട്ട് ഉണ്ടാവരുത്. ഇനി ഇതിൽ ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.